കണ്ണൂർ മൊകേരി വള്ളിയായിൽ കാട്ടുപന്നി ശല്യത്തിൽ പൊറുതിമുട്ടി കർഷകർ. വിവിധ ഇനം കാർഷിക വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്യുന്ന പ്രദേശത്തെ ഏക്കർ കണക്കിന് കൃഷിയിടവും വിളകളുമാണ് കാട്ടുപന്നി നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതും ഇതേ സ്ഥലത്താണ്. ഇതാണ് മൊകേരി വള്ളിയായി പ്രദേശത്തെ ഏക്കർ കണക്കിന് വരുന്ന കൃഷിയിടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പ്രദേശത്ത് കാട്ടുപന്നികൾ കൂട്ടമായെത്തി വിളകൾ നശിപ്പിക്കുന്നത് പതിവാകുകയാണ്. ഇതോടെ കൃഷിയെ ആശ്രയിക്കുന്നവർ നിലവിൽ കടുത്ത പ്രതിസന്ധിയിലാണ്. കാട്ടുപന്നികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനൊപ്പം മനുഷ്യന് തന്നെ ഭീഷണിയായി മാറിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി ചെയ്ത വാഴ, മരച്ചീനി, പച്ചക്കറികൾ, തെങ്ങിൻ തൈകൾ എന്നിവ വ്യാപകമായാണ് പന്നിക്കൂട്ടങ്ങൾ നശിപ്പിച്ചു കളയുന്നത്. കപ്പ വെച്ച് തേച്ചും കപ്പ തേച്ചും പോവുകയും ചെയ്ത് ഇതിനെ കൊണ്ട് ഒരു ഉപകാരമില്ല. വേലി കെട്ടി വേലും കൊണ്ട് ഇപ്പോഴത്തെ 1 മണി വരെയുള്ള വേലും കൊണ്ടിട്ട് കെട്ടിയതാണ്. പിന്നെ എല്ലാം നഷ്ടം തന്നെ. പന്നികൾ വരാതിരിക്കാൻ കർഷകർ പല സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഫലമില്ലാതെ പോവുകയാണ്. ഇപ്രാവശ്യം ഇങ്ങനെ തേച്ചും പോയത്. കഴിഞ്ഞ പ്രാവശ്യം എന്നാലും കുറച്ചെല്ലാം കിട്ടീന്. ഉള്ള തുണി ഉള്ളടത്തുനിന്ന് തേച്ചും വാങ്ങിക്കെട്ടി ഉള്ള ബാഴക്ക് മുട്ടു വെച്ചിട്ടും കൂടി കൊണ്ടുവന്ന് കെട്ടി. നിങ്ങൾ കാണുന്നില്ലേ കെട്ടിയത്? ഇനി ആവൂല. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സമീപത്തെ കർഷകൻ കൊല്ലപ്പെട്ടതോടെ ഭയന്നാണ് വയലിൽ പോകുന്നതെന്നും കർഷകർ പറയുന്നു. പകല് നമ്മൾ ഇതുവരെ കണ്ടില്ല. പകലിന്റെ പിന്നെ ഇങ്ങോട്ട് വരത്തില്ലല്ലോ. രാത്രി സമയത്താ ഇതിന്റെ ശല്യം. പുഴയെല്ലാം വെച്ച് ഓല വെച്ച് അടച്ച് എന്നിട്ട് ഒരു രക്ഷയില്ല. ഈ നിലയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ കൃഷി ഉപേക്ഷിക്കുകയല്ലാതെ കർഷകർക്ക് മറ്റു മാർഗങ്ങളില്ല. ഇപ്രാവശ്യം നമ്മൾ പച്ചക്കറി നട്ടിട്ടില്ല. എന്തിനായി നട്ടിട്ട് എന്താ കാര്യമോ ഒന്നും കിട്ടുന്നില്ല. ഇനി എന്നാ വെച്ചാൽ ഇങ്ങനെയാകുമ്പോൾ ഇനി വെച്ചിട്ട് എന്താ എല്ലാം ഉപേക്ഷിക്കുന്ന കൂട്ടത്തിൽ തന്നെ. വാഴയാണെങ്കിൽ എത്ര വാഴ പോയി, എല്ലാം നശിച്ചു. ജനവാസ മേഖലയിൽ വന്യജീവികൾ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് അധികൃതർ ശാശ്വത പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.